ഹായ് ഗായ്സ്, വെൽക്കം ടു ടെക്സോ. അപ്പോൾ നമ്മൾ കയ്യിൽ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ വരുന്ന ഫോൺ ഏതാണെന്ന് വെച്ചാൽ ജിയോ ഫോൺ ആട്ടോ. അതെ, കാണിച്ചു തരാം. ഇനി ക്യാമറ എന്തിരിക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ ജിയോ ഫോൺ, ഇതാണ് നമ്മുടെ ജിയോ ഫോൺ ഗൈസ്. അപ്പോൾ നമ്മൾ ജിയോ ഫോണാണ്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോണാണ് ഗൈസ്. ഞാൻ ഇത്രയും ഫീച്ചർ ഉണ്ടെന്നൊന്നും വിചാരിച്ചില്ലായിരുന്നു. പൊട്ട ഫോണാണെന്നാണ് വിചാരിച്ചത് ഗൈസ്. പക്ഷേ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫോണാണിത്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമുക്കിപ്പോൾ തന്നെ സെറ്റാക്കട്ടോ ഗൈസ്. ഇത് കണ്ടോ, ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്. ഇതിൻ്റെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്താ പറയുക, ഈ കീബോർഡൊന്നും വലിയ സെറ്റപ്പൊന്നും ഇല്ല ഗൈസ്. ഈ കീബോർഡ് എന്തോ ഒറ്റ പലകയിൽ അടിച്ചുണ്ടാക്കിയതുപോലെയാണ് ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ബട്ടണിലാണ് നിൽക്കണമെങ്കിൽ ചിലപ്പോൾ 7, 8, 4, 3 തന്നെ ഞെങ്ങും. പിന്നെ ഇതുമൊക്കെ 2 ബട്ടണൊക്കെ ഒന്നിച്ച് വർക്കാവുന്ന ടൈമൊക്കെ വരും. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. സൂക്ഷിച്ചൊക്കെ യൂസ് ചെയ്യുക. പിന്നെ ഈ വില ഇത് 1700 രൂപയുള്ളൂ. ഇതിന് 1700 രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയത്. അപ്പം ഇതിൻ്റെ അത് ജിയോ സിമ്മേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ജിയോ സിമ്മിൽ നമുക്ക് 4G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4G ആണ് വരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഡിസ്പ്ലേ ഇതാണ്. അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഡിസ്പ്ലേ അത്ര ബെറ്റർ ഒന്നുമല്ല. ഈ സൈഡ് കണ്ടോ, സൈഡ് വ്യൂയിങ് ആംഗിളൊന്നും വലിയ സെറ്റപ്പൊന്നുമില്ല. പിന്നെ നല്ല ബ്രൈറ്റ്നസ് ആട്ടോ. ഈ ഒരു ഫോണിന് ഇത്രയും ബ്രൈറ്റ്നസ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിന് ഇത്രയും ബ്രൈറ്റ്നസ് പാടില്ല. പക്ഷെ നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. പിന്നെ ഷോർട്ട് കട്ട് ടോർച്ച് ഉണ്ട് ഗൈസ്. കാണിച്ചു തരാം. ഇതിൽ 0 പിടിച്ച് ഞെക്കൊണ്ടിരുന്ന ടോർച്ച് ഓണായി. കണ്ടോ, ടോർച്ച് ഓഫാകട്ടെ കേട്ടോ. ഓഫായോ? ഓഫായി. പിന്നെ നമുക്ക് ഇവിടെയാണ് സ്പീക്കർ വരുന്നത്. നമുക്ക് കോളിൻ്റെയും കാര്യങ്ങളും അല്ലാണ്ട് വീഡിയോ കാണാനൊക്കെ സ്പീക്കർ ഇവിടെയാണ് വരുന്നത്. പിന്നെ അടിയിൽ കണ്ടോ, ചാർജിങ് പോർട്ട്, സാധാ പോർട്ടാണ് വരുന്നത്. പിന്നെ ഈ സാധനം എന്നാ പറയുന്നത്, ഹെഡ്ഫോൺ ജാക്ക്, അതും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്കിത് ബ്രൗസർ വരുന്നുണ്ട്. ഇതേ കണ്ട് ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പേര മിനിക്കകത്ത് അറിയാമല്ലോ നമുക്ക്. പക്ഷേ സിനിമയൊന്നും കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒപ്പേര മിനിയിൽ നമുക്ക് സിനിമയൊന്നും പണ്ട് കാണാൻ പറ്റുമായിരുന്നോ എന്ന് അറിയത്തില്ല. ഇപ്പം ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റത്തില്ല. സിനിമാസ് കാര്യങ്ങൾ വീഡിയോസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. യൂട്യൂബൊക്കെ ലോഡാവും പക്ഷെ പ്ലേ ആവില്ല. ഈ ബ്രൗസറിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഈ ഫോൺ കേപ്പബിളാണ്, വീഡിയോ പ്ലേ ചെയ്യാൻ കേപ്പബിളാണ്. പക്ഷേ ഒപ്പേര മിനി മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. വേറെ ഏതെങ്കിലും ബ്രൗസർ ഉണ്ടായിരുന്ന വല്ലതും യൂട്യൂബൊക്കെ സപ്പോർട്ട് ആയാനേന്ന് എൻ്റെ ഫലമായ നിഗമനം. പിന്നെ ഇതിൻ്റെ നമുക്ക് ജിയോ പേ ഉണ്ട്. ഇത് കാണുകയാണ് ജിയോ പേ. ഇതിൻ്റെ നമുക്ക് UPI ട്രാൻസാക്ഷനൊക്കെ നടത്താൻ പറ്റും. ഈ നമുക്ക് എന്താ പറയുക, ബാക്കിൽ ക്യാമറ ഉണ്ട് ഗൈസ്. അപ്പോൾ ക്യാമറ വെച്ച് നിങ്ങൾക്ക് QR കോഡൊക്കെ സ്കാൻ ചെയ്ത് ഗൂഗിൾ പേ ഒക്കെ പോലെ തന്നെ സെയിം സാധനം. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ജിയോയുടെ എല്ലാ ആപ്പുകളും ഉണ്ട്. നമ്മുടെ ജിയോ 7 എന്ന് പറഞ്ഞ ആപ്പ് വരുന്നുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതെൻ്റെ ജിയോ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പാട്ട് സെർച്ച് ചെയ്യാനോ സെലക്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റും. സൈഡിൽ മെനുവിൽ നോക്കി നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഇംഗ്ലീഷാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷുള്ള പാട്ടുകളെല്ലാം നോക്കിയോ ഇത്രയേ നമുക്ക് കിട്ടത്തുള്ളൂ. ബാക്കി നമ്മൾ ഇവിടെ പ്ലേ ചെയ്താലും ബാക്കി ഇങ്ങനെ താഴേട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ റേഡിയോയ്ക്കകത്താണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെയാണ്. ഏത് റേഡിയോ എടുത്താലും നമുക്ക് ഫസ്റ്റ് സോങ് ഒരേ സോങ് തന്നെയാണ് ഗൈസ് വരുന്നത്. എങ്ങനെ നീ ഇപ്പോൾ ആ പാട്ട്, നമ്മളിപ്പോൾ ഈ പാട്ട് കേൾക്കുമെന്ന് വെച്ചോ, എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകാൻ നേരത്ത് പാട്ട് കേട്ടു, എന്നിട്ട് നമ്മളിത് ബാക്ക് അടിച്ച് പിന്നെയും പ്ലേ ചെയ്യുമ്പോൾ ആ പാട്ട് തന്നെ ഒന്നേ തൊട്ട് ആ ഓർഡറിൽ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കണം. ബോറടിക്കും. അത്ര വലിയ സെറ്റപ്പൊന്നും അല്ല ഗൈസ്. പിന്നെ നമുക്കുള്ളത് ജിയോ ഹോട്ട്സ്റ്റാർ ഉണ്ട്. ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന സാധനം ഉണ്ടെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബിഗ് ബോസ് കാണാം, അത് കാണാം, ഇത് കാണാം, അതൊന്നും കാണാൻ പറ്റത്തില്ല ഈ സാധനത്തിൻ്റെ അകത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചുമ്മാ ഒരു ഡമ്മി ഇതിൻ്റെ അകത്ത് നമുക്ക് ചുമ്മാ അവർക്ക് തോന്നണം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അത്രേ ഉള്ളൂ. വലിയ സെറ്റപ്പൊന്നും ഇല്ല ഗൈസ്. കുറച്ച് എപ്പിസോഡ്സ് ക്രിക്കറ്റ് കാണാൻ പറ്റും കേട്ടോ. ക്രിക്കറ്റൊക്കെ കാണാൻ പറ്റും കറക്റ്റായിട്ട്. പിന്നെ ചാനൽസ് എല്ലാ ചാനലുകളും സപ്പോർട്ടാവുന്നുണ്ട്. നമുക്കിങ്ങനെ ജിയോ TV എന്ന് പറയുന്ന ആപ്പുണ്ട്. ആപ്പിൻ്റെ അത് ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. ബ്രൈറ്റ്നസ് കുറച്ച് കുറയ്ക്കട്ടെ ഗൈസ്. ഇപ്പോൾ കാണാമല്ലോ. എന്താ നമുക്ക് കിഡ്സിൻ്റെ ചാനലുകൾ നമുക്ക് നോക്കാം. ഇഷ്ടംപോലെ ചാനൽസ് ഉണ്ട്. കൊച്ചു TV ദേണ്ട ഗൈസ്. കൊച്ചു TV ഉണ്ട്. സോണിക്ക് മലയാളം ഉണ്ട്. കാർട്ടൂൺ നെറ്റ്വർക്ക് ആണോ പ്ലേ ചെയ്ത് ആർക്കറിയാം. എന്തിലോ പിടിച്ച് നിൽക്കി. കാർട്ടൂൺ നെറ്റ്വർക്ക് ഗൈസ് നോക്കിയോ. കണ്ടോ, നമുക്ക് കാർട്ടൂൺ നെറ്റ്വർക്ക് കാണാൻ പറ്റും. സൗണ്ട് ക്വാളിറ്റി അത്ര ബെറ്റർ സൗണ്ട് ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും കുഴപ്പമില്ല. അത് കണ്ടോ,
ഓക്കെ, നമുക്ക് കാർട്ടൂൺ നെറ്റ്വർക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും, എല്ലാ ചാനലും കാണാൻ പറ്റും. നിങ്ങൾക്ക് ന്യൂസ് കാണണോ? ദേണ്ട 24 ന്യൂസും മനോരമ ന്യൂസും ഏഷ്യാനെറ്റ് ന്യൂസും എല്ലാം തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ഇത് നിങ്ങളെ കാണിച്ചു തരാം. എല്ലാ ചാനലുകളും സപ്പോർട്ട് ചെയ്യും ഗൈസ്. ഇത് ജയ് ഹിന്ദ് എല്ലാ ചാനലുകളും ഉണ്ട്. ഇനിയിപ്പോൾ മേളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ചാനൽസ്, നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചാനൽ നമ്മുടെ മലയാളം ചാനലുകൾ അമൃത TV, സൂര്യ എല്ലാം, മഴവിൽ മനോരമ എല്ലാം തന്നെ കിട്ടും. നമുക്ക് സൂര്യ TV കണ്ടുപോകാം. ഇത് നോക്കി, കണ്ടോ? നമുക്കിതിൻ്റെ സൂര്യ TVയും കാര്യങ്ങളും എല്ലാ ചാനൽസും ഇതിൻ്റെ അത് കിട്ടും. സൂര്യ കോമഡി, DD മലയാളം എല്ലാ ചാനലുകളും നിങ്ങൾക്ക് കിട്ടും, കൈരളി TV വരെ. ഓക്കെ, നെക്സ്റ്റ് നമുക്കിതിൻ്റെ അകത്ത് വേറെ ആപ്പൊന്നും ഇല്ല. ഈ 4 ആപ്പും വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ജിയോ പേ, ജിയോ സാവൺ, പിന്നെ ഈ കാണുന്നത് ജിയോ TV, ഹോട്ട്സ്റ്റാർ, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഗെയിംസ് കളിക്കണമെങ്കിൽ ഇതേ ഗെയിംസിൻ്റെ സ്നേക്ക് റണ്ണറും മാത്രമേ ഉള്ളൂ. ഇത് വേറെ പ്രത്യേകിച്ച് സാധനങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഈ ഗൂഗിളിൽ റീസെർച്ച് ചെയ്യാനോ അതും ഇതും എല്ലാം ഇതിൻ്റെ അകത്ത് പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വല്ലതും കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് പ്ലേ ഗെയിംസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അത് ഗെയിമൊന്നും പ്ലേ ചെയ്യാനൊന്നും പറ്റത്തില്ല, ചുമ്മാ കാണിക്കുന്നതാണ്. നമുക്ക് ഇതിൻ്റെ സ്പീഡ് കാണിച്ചു തരാം. നല്ല നെറ്റിന് നല്ല സ്പീഡുണ്ട്. പക്ഷേ ഈ സാധനത്തിൻ്റെ അകത്ത് ഈ ഒപ്പേരാ മിനിക്കകത്ത് അത്ര സ്പീഡ് സെറ്റപ്പൊന്നും തോന്നണില്ല. ഇതേണ്ട ഗൈസ്, കണ്ട ഇങ്ങനെയൊക്കെ ഗെയിംസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കളിക്കാമെന്നാണ് എൻ്റെ പരമായ നിഗമനം. ഞാൻ ഇതുവരെയായിട്ട് കളിച്ചിട്ടില്ല. നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ ഗൈസ്. പൈറേറ്റ്, എന്ത് പൈറേറ്റ്? ശരി, ഒന്നും കാണത്തില്ല ഗൈസ്. ഇപ്പോൾ കാണിച്ചു തരാം. എന്നേലും പ്ലേ ചെയ്താൽ പോരെ. എന്നാൽ സ്നൈപ്പർ ഷോട്ട് തന്നെ കളിക്കാം. ഇത് സ്നൈപ്പർ ഷോട്ട് എന്ന് പറഞ്ഞ സാധനത്ത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടോ. നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല. ഇനിയൊന്ന് ഇപ്പം തൊട്ടൊന്ന് നോക്കാമെന്ന് വെച്ച് വന്ന് ഗൈസ് ഫോക്കസ് ആവുന്നില്ല. ഇത് പ്ലേ എന്ന് പറഞ്ഞ് കിടക്കുന്നു ഗൈസ്. ഇതെൻ്റെ പ്ലേ പിടിച്ച് നിൽക്കിയേ. വന്നിട്ടുണ്ട് ഗായ്സ്. ഇതൊക്കെ ചുമ്മാ പസിൽ ഗെയിമാണ് ഗായ്സ്. ചുമ്മാ ഇതിൻ്റെ അകത്ത് ബൈക്കടിക്കട്ടെ, കോപ്പ് താനം. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കോൾ ചെയ്യാൻ പറ്റും, TV ചാനൽസ് കാണാൻ പറ്റും. ഇന്നൊരു ദിവസം ഇതിൻ്റെ അകത്ത് ആകെ 2000 mAh ബാറ്ററി ഉള്ളൂ. റിമൂവബിൾ ബാറ്ററി, നോക്കിയുടെ കൂട്ട് ബാറ്ററിയാണ്. ഈ ബാറ്ററിക്കകത്ത് ഏകദേശം നിങ്ങൾക്ക് ഒരു ദിവസം 2 ദിവസമൊക്കെ ഫുള്ളായിട്ട് അറിയാം. എനിക്ക് ഇതിപ്പോൾ 4-5 ദിവസമായി ചാർജ് ചെയ്തിട്ട് ഇപ്പോഴും ഫുൾ കട്ടാണ്. ഞാൻ രാവിലെ തൊട്ട് ന്യൂസ് കാണുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമല്ല ഗായ്സ്, ചുമ്മാ ഇരിക്കുമ്പം ന്യൂസൊക്കെ ഇങ്ങനെ കാണുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് കാണാറുണ്ട് ന്യൂസൊക്കെ. ഒരു മിനിറ്റ് ഗൈസ്, ഫോക്കസ് ചെയ്യട്ടെ സാധനത്തിലേക്ക്. ഞങ്ങൾ ന്യൂസൊക്കെ ഇതിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാണാറുണ്ട്. കാരണം ബ്ലൂടൂത്ത് സ്പീക്കറിലേക്ക് ചില സമയത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ന്യൂസ് കാണാനൊക്കെ തോന്നുന്ന സമയങ്ങളിൽ ഞാൻ ന്യൂസ് കാണാറുണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഡിവൈസ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ വാട്സാപ്പ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ഇതിൻ്റെ അകത്ത്. നിങ്ങൾക്ക് ജിയോ ചാറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനത്തിൽ നിങ്ങൾ വാട്സാപ്പ് പോലെ തന്നെയാണ്, പക്ഷേ നിങ്ങൾ അത് ആരും യൂസ് ചെയ്യാറില്ല. പിന്നെ എന്തിന് വെറുതെ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് അത് യൂസ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, ചവറ് ക്വാളിറ്റിയാണ്. എന്നാലും കുഴപ്പമില്ലാത്ത ടൈപ്പിലൊരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്ര വൃത്തികേടായിട്ടൊന്നും എനിക്ക് തോന്നാത്ത ഒരു ടൈപ്പിലുള്ള ക്വാളിറ്റി ഇതിൻ്റെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഫോണിൻ്റെ അകത്ത് പറയാനായിട്ട്. താങ്ക് യു, ബൈ ബൈ.